ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു ഐഷൂസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു പിസ്സ റെസിപ്പിയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങൂലേ കുഞ്ഞു കുഞ്ഞു പിസ്സ, ചെറിയ സൈസിലുള്ള പിസ്സ, അങ്ങനത്തെ പിസ്സ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടുനോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പിസ്സ ഡോ കുഴച്ച് വെക്കാം. അപ്പോൾ ഇതൊരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇടുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് ഇപ്പോൾ തന്നെ കുഴക്കാൻ ചെയ്യുന്നത്. 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. ശേഷം 1.5 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം നല്ലപോലെ മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഇളം ചൂടുള്ള പാലാണ്, വാം മിൽക്ക്. തണുത്ത പാലൊന്നും ഇതിലേക്ക് എടുക്കരുത്. പിന്നീട് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇതിപ്പോൾ 1/4 കപ്പ് പാല് മതിയാകൂല ഇത് കുഴക്കാൻ. കുറച്ച് വെള്ളം, ഇതിപ്പോൾ കറക്റ്റ് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിന് ഞാൻ. അത് വേണ്ടത് നോക്കിയിട്ട് കുറച്ച് ഒഴിച്ചിട്ട് നല്ലോണം ഒരു 5 മിനിറ്റ് കുഴക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്ത് 2-3 മണിക്കൂർ പൊങ്ങാൻ വെക്കാം. നല്ല ചൂടുള്ള സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി കിട്ടും. തണുപ്പാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ എടുക്കും. അത് പൊങ്ങുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അരച്ച ചിക്കനാണ് ഇതിന് വേണ്ടത്. ഇതിൻ്റെ കളർ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം.
ശേഷം 1/4 കപ്പ് ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മയോണീസ് കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിസയ്ക്ക് വേണ്ടിയുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച പിസ്സ ഡോ പൊങ്ങി വന്നിട്ടുണ്ട്. കയ്യിൽ കുറച്ച് എണ്ണ തടവി നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇതിനു മുകളിൽ മൈദ ഇട്ട് നന്നായി പരത്തിയെടുക്കാം. ഇനി ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഒന്നില്ലെങ്കിൽ കട്ടർ വെച്ച് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ മൂടി വെച്ച് കട്ട് ചെയ്താലും മതി. ഇനി ഒരു ബട്ടർ പേപ്പർ എടുത്ത് അതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പിസ്സ സോസ് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി ഞാൻ ചെഡാർ ചീസും മൊസറല്ല ചീസും വെച്ച് കൊടുക്കുന്നുണ്ട്.
ഞാനിവിടെ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ പാനിലും ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ടൈം സെറ്റ് ചെയ്യുന്നത് 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ആണ്. അപ്പോൾ ഇതാ നമ്മുടെ മിനി പിസ്സ റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ നല്ല സ്മെല്ലും ആണ്. അടിപൊളി പിസ്സയാണ്, ഒരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് തന്നെ പറയാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്